കേരളത്തിൽ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചത് ഡൽഹിയിലെ പിടിച്ചുകുലുക്കിയ സ്ഫോടനം ഉണ്ടായത് ഒരുമിച്ചാണ്. 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കൊളംബോയിൽ ഇതുപോലുള്ള സ്ഫോടനങ്ങളുണ്ടായി. അതിനുശേഷമാണ് കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മുസ്ലിം സമുദായത്തോട് ഭയവും സംശയവും വച്ചു പുലർത്താൻ തുടങ്ങിയത്. CPM നേതാക്കൾ, പ്രത്യേകിച്ച് MP ഗോവിന്ദനും പിണറായി വിജയനും ജമാഅത്തെ ഇസ്ലാമിയെ ദൈനംദിന അടിസ്ഥാനത്തിൽ കുറ്റപ്പെടുത്തുന്നതും ഇതിൻ്റെ ഭാഗമായിട്ടാണ്. കൈവിട്ടുപോയ ഹിന്ദു വോട്ടുകൾ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യമാണ് LDFൻ്റെ മുമ്പിലുള്ളത്, പ്രത്യേകിച്ച് CPMൻ്റെ മുമ്പിലുള്ളത്. ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം എന്നൊരു വിഷയം ആളുകളെ ഭയങ്കരമായിട്ട് ഗ്രസിക്കുന്ന ഈ സമയത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, UDF നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഇത് അങ്ങേയറ്റ ആത്മഹത്യാപരമാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല. ഇവിടെ ഇന്ത്യയെ ഒരു ദാറുൽ ഇസ്ലാമാക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി. ഈ നാട്ടിൽ ജീവന് കൊതിയുള്ള ഏതെങ്കിലും ഭൂരിപക്ഷ സമുദായക്കാരനോ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളും ധൈര്യപ്പെട്ട് UDFന് വോട്ട് ചെയ്യും? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. എന്തിനാ വെറുതെ BJP വോട്ട് ചെയ്ത് നമ്മുടെ വോട്ട് പാഴാക്കുന്നത്? നമ്മുടെ വോട്ട് ഫലപ്രദമായിട്ട് LDFന് ചെയ്യാം എന്ന് വിചാരിച്ചാൽ ആരെയും തെറ്റു പറയാൻ പറ്റുകയില്ല. ഡൽഹിയിലുണ്ടായ ബോംബ് സ്ഫോടനം ബീഹാറിലെ തെരഞ്ഞെടുപ്പിനെ ഏത് രീതിയിൽ ബാധിക്കും എന്നാണ് നമ്മുടെ നാട്ടിലെ പ്രധാനപ്പെട്ട ബുദ്ധിജീവികളെല്ലാവരും ചർച്ച ചെയ്തത്. ഇത് കേരളത്തിലെ തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? അത് കേരള രാഷ്ട്രീയത്തിൽ കാര്യമായ എന്തെങ്കിലും സ്വാധീനം ചെലുത്തുമോ എന്ന കാര്യത്തെക്കുറിച്ച് ആരും ആലോചിക്കുകയോ അതിനെക്കുറിച്ച് തല പോയിക്കുകയോ ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. ഈ വിഷയമാണ് ഞാനിവിടെ ഇന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നത്. ബീഹാറിലെ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് സ്ഫോടനം ഉണ്ടായത്. രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് തലേ ദിവസം. സ്വാഭാവികമായിട്ടും അത് രാജ്യത്ത് വലിയ ഒരു പ്രകമ്പനം സൃഷ്ടിച്ചു. ഇതിനേക്കാൾ വലിയ സ്ഫോടനങ്ങളൊക്കെ രാജ്യത്ത് നടന്നിട്ടുണ്ട്. അഹമ്മദാബാദിൽ, ജയ്പൂരിൽ, ഡൽഹിയിൽ, ബോംബെയിൽ, ഗുവാഹട്ടിയിൽ ഒക്കെ വലിയ വലിയ സ്ഫോടനങ്ങൾ നടന്നിട്ടുണ്ട്. ഇതിലൊക്കെ അധികം ആളുകൾ മരിച്ചിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ സ്വത്ത് നാശം സംഭവിച്ചിട്ടുണ്ട്. ഇതിലധികം ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. പക്ഷേ രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു പ്രത്യേകമായ സ്ഥിതിവിശേഷത്തിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്, ചർച്ചാ വിഷയമാണ്. പ്രത്യേകിച്ച് ബീഹാറിലെ തെരഞ്ഞെടുപ്പിൽ ഒരു സഹതാപ തരംഗമുണ്ടാക്കി ജയിക്കാൻ BJPയും സഖ്യകക്ഷികളും ശ്രമിക്കുന്നു എന്നൊരു ആരോപണം നമ്മുടെ നാട്ടിലെ ചില പ്രധാനപ്പെട്ട ബുദ്ധിജീവികളും ചില സമുദായ സംഘടനകളുടെ വക്താക്കളുമൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അവരാരും കേരളത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല. ബീഹാറിൽ ഇത് വലിയ ചലനമൊന്നും സൃഷ്ടിക്കുകയില്ല. കാരണം ജനങ്ങൾ വോട്ട് ചെയ്യാനുള്ള തീരുമാനം വളരെ നേരത്തെ എടുക്കും. 2 ആഴ്ച 3 ആഴ്ച മുമ്പ് തന്നെ ഇന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യണം എന്ന് സ്ഥാനാർത്ഥി ഈ വോട്ടർമാർ തീരുമാനിച്ചിട്ടുണ്ടാവും. പിന്നെ അതിഭയങ്കരമായ എന്തെങ്കിലും സംഭവം, ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിച്ചോ, രാജീവ് ഗാന്ധി ബോംബ് പൊട്ടി മരിച്ചതുപോലെയുള്ള വലിയ അതിഭയാനകമായൊരു സംഭവം ഉണ്ടാണെങ്കിൽ മാത്രമേ ജനങ്ങൾ വോട്ട് മാറി ചിന്തിക്കാറുള്ളൂ. ഇത് ഈ ഡൽഹിയിലുണ്ടായിട്ടുള്ള സ്ഫോടനം അത്ര വലിയൊരു സംഭവമല്ല. രാജ്യത്തെ പൊതുവായൊരു നിലവാരം വെച്ചു. അപ്പോൾ അതിൽ വലിയൊരു സ്വാധീനം ചെലുത്താൻ സാധ്യതയില്ല. മാത്രമല്ല, ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷമാണ്. ഒന്നാം ഘട്ടത്തിലെയും രണ്ടാം തെരഞ്ഞെടുപ്പിലെ വോട്ടിങ്ങിൻ്റെ പാറ്റേൺ വെച്ച് വേണമെങ്കിൽ നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം ആ കാര്യം പരിഗണിക്കാം. ഞാനിവിടെ പറയാൻ പോകുന്നത് കേരളത്തിലെ ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകൾ പ്രഖ്യാപിച്ചത് ഡൽഹിയിലെ പിടിച്ചുകുലുക്കിയ സ്ഫോടനം ഉണ്ടായത് ഒരുമിച്ചാണ്. മുമ്പിലും പുറകിലുമായിട്ട് നടന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇത് കേരളത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ഏതെങ്കിലും ബാധിക്കും എന്ന് ചോദിച്ചാൽ, ഇവിടെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഒരു സാമുദായിക ധ്രുവീകരണം ഉണ്ടായിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ 2019 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് കൊളംബോയിൽ ഇതുപോലുള്ള സ്ഫോടനങ്ങളുണ്ടായി. അതിനുശേഷമാണ് കേരളത്തിലെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി മുസ്ലിം സമുദായത്തോട് ഭയവും സംശയവും വച്ചു പുലർത്താൻ തുടങ്ങിയത്. അവരിൽ നിന്ന്, അതിനേക്കാൾ ഉപരി UDFൽ നിന്ന് ക്രമേണ അകലാൻ തുടങ്ങിയത്. ഇത് പച്ച പരമാർത്ഥമായിട്ടുള്ള കാര്യമാണ്. അത് 2020 പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടു. അത് തുടർന്ന് 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും കണ്ടു. അതിനുശേഷം ഈ ഒരു വിടവ് കൂടുകയല്ലാതെ ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പുതിയ പുതിയ വിഷയങ്ങളുണ്ടായി വന്നു. ഏറ്റവും ഒടുവിൽ മുനമ്പം ഭൂമി പ്രശ്നം വന്നു. വഖഫ് നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുണ്ടായി. അതിനുശേഷം പള്ളുരുത്തിയിലെ
ഒരു വിദ്യാലയത്തിൽ ഈ ശിരോവസ്ത്രം ധരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടായ വിവാദമുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള വിവാദങ്ങൾ കൊണ്ട് ഈ സമുദായങ്ങൾ തമ്മിലുള്ള അകൽച്ച കൂടുകയല്ലാതെ ഒട്ടും തന്നെ കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഹിന്ദു സമുദായവുമായിട്ടുള്ള കാര്യങ്ങൾ ഒട്ടും വ്യത്യസ്തമല്ല. കുറേ കാലം കഴിയുന്നതോറും, പ്രത്യേകിച്ച് ഈ ശ്രീമാൻ വെള്ളാപ്പള്ളി നടേശൻ BDS രൂപീകരിച്ചതിന് ശേഷം നായാടി മുതൽ നമ്പൂരി വരെയുള്ള ഒരു ഐക്യം എന്നൊരു മുദ്രാവാക്യം ഉയരുകയും അതിനുശേഷം BJPക്ക് കിട്ടുന്ന വോട്ട് ഷെയറിൽ വലിയ വർധന ഉണ്ടായി. കേന്ദ്രത്തിൽ BJP സർക്കാർ വന്നതിന് ശേഷം ഈ പ്രവണത കൂടുതലായിട്ട് വർദ്ധിച്ചു. അപ്പോൾ കാലാകാലങ്ങളായിട്ട് കോൺഗ്രസ്സിന് UDFന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമുദായങ്ങൾ, പ്രത്യേകിച്ച് നായർ സമുദായം, ഈഴവ സമുദായത്തിലെ വരേണ്യ വിഭാഗം, വിശ്വകർമ്മ സമുദായം, ധീവര സമുദായം, ഇവരുമൊക്കെ കോൺഗ്രസ്സിൽ നിന്നും UDFൽ നിന്നും ക്രമേണ അകലുന്നാണ് നമ്മൾ കാണുന്നത്. ക്രിസ്ത്യൻ സമുദായത്തിൻ്റെ ഇടയിലും ഇതുപോലൊരു ചിന്താഗതി വർദ്ധിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികൾ ഒറ്റയടിക്ക് BJP ആവുന്നല്ല ഞാൻ പറയാം. അവരിൽ പോലും ആ രീതിയിലുള്ള ചിന്താഗതി ശക്തിപ്പെട്ടു. അവർ കോൺഗ്രസ്സിൽ നിന്നും, കേരള കോൺഗ്രസ്സിൽ നിന്നും അകലുന്നു. അവരുടെ വോട്ട് BJPയിലേക്കല്ല, ഒരു പരിധിവരെ LDFിലേക്കായിരിക്കും പോകുക. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നു. ഇതാണ് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും കണ്ടത്. അത് തന്നെ ഇത്തവണയും ആവർത്തിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആ രീതിയിലേക്കുള്ള ഒരു നീക്കം മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശനെ രംഗത്തിറക്കിയിട്ട് അദ്ദേഹം ദൈനംദിനാടിസ്ഥാനത്തിൽ മുസ്ലിം ലീഗുകാരെ അദ്ദേഹത്തിന് അറിയാവുന്ന എല്ലാ ശകാര പദങ്ങളും ഉപയോഗിച്ച് കുറ്റപ്പെടുത്തുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് ഒരു കാരണവശാലും ഒറ്റപ്പെട്ട സംഭവമല്ല. CPM നേതാക്കൾ, പ്രത്യേകിച്ച് MP ഗോവിന്ദനും പിണറായി വിജയനും ജമാഅത്തെ ഇസ്ലാമിയെ ദൈനംദിനാടിസ്ഥാനത്തിൽ കുറ്റപ്പെടുത്തുന്നതും ഇതിൻ്റെ ഭാഗമായിട്ടാണ്. കൈവിട്ടുപോയ ഹിന്ദു വോട്ടുകൾ വീണ്ടെടുക്കുക എന്ന ലക്ഷ്യമാണ് LDFൻ്റെ മുമ്പിലുള്ളത്, പ്രത്യേകിച്ച് CPMൻ്റെ മുമ്പിലുള്ളത്. ന്യൂനപക്ഷ വോട്ടുകൾ കാര്യമായിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിലും ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും എന്ന ഒരു ആത്മവിശ്വാസം അവരിൽ ഉണ്ടായിട്ടുള്ളത് ഇതുകൊണ്ടാണ്. കാര്യം ശബരിമല വിഷയമുണ്ട്, മറ്റ് പല വിഷയങ്ങളും ഉണ്ട്. എങ്കിൽ പോലും ഈ രീതിയിലുള്ളൊരു നീക്കം അവരുടെ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. സ്ഫോടനം ഉണ്ടായതുകൊണ്ട് ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വോട്ട് മാറ്റി ചെയ്യുന്നതല്ല ഞാൻ പറഞ്ഞത്. അത് പല ഘടകങ്ങളിൽ ഒരു ഘടകമായിട്ട് രാജ്യസുരക്ഷ, അല്ലെങ്കിൽ ഇവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം എന്നൊരു വിഷയം ആളുകളെ ഭയങ്കരമായിട്ട് ഗ്രസിക്കുന്ന ഈ സമയത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, UDF നേതാക്കൾ, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കാൻ തീരുമാനിച്ചു. ഇത് അങ്ങേയറ്റ ആത്മഹത്യാപരമാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല. കാരണം എന്താ വെച്ചാൽ, ജമാഅത്തെ ഇസ്ലാമി എന്ന സംഘടനയെ പറ്റി അറിയാത്തവരല്ല കേരളത്തിലെ ആളുകൾ. മത രാഷ്ട്രവാദികളാണ്. ഹുക്കുമത്തെ ഇലാഹി ഉണ്ടാക്കാൻ വേണ്ടി, ഇവിടെ ഇന്ത്യയെ ഒരു ദാറുൽ ഇസ്ലാമാക്കി മാറ്റാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. അവരൊരിക്കലും സമാധാനത്തിൽ വിശ്വസിച്ചിട്ടില്ല, അവരൊരിക്കലും ജനാധിപത്യത്തിൽ വിശ്വസിച്ചിട്ടില്ല, മതനിരപേക്ഷതയിൽ വിശ്വസിച്ചിട്ടില്ല, വിശ്വസിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അത് അവരുടെ തത്വത്തിനെതിരാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പോലെയോ ഇന്ത്യൻ നാഷണൽ ലീഗ് പോലെയോ, എന്തിനാ അബ്ദുൽ നാസർ മദരിയുടെ PDP പോലത്തെ ഒരു പാർട്ടിയോ സംഘടനയോ അല്ല ജമാഅത്തെ ഇസ്ലാമി. അവരുടെ പിന്തുണ സ്വീകരിച്ച് അവരുടെ വോട്ട് കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ മീഡിയ വൺ ചാനലിൻ്റെയും മാധ്യമ പത്രത്തിൻ്റെയും വാക് സാമർഥ്യം കൊണ്ട് ഇനി കേരളം പിടിച്ചെടുത്ത് ഇവിടെ മുഖ്യമന്ത്രി, ഡെപ്യൂട്ടി മുഖ്യമന്ത്രിക്ക് അയക്കളയാം എന്നാണ് UDFിലെ മാന്യന്മാർ വിചാരിച്ചിട്ടുള്ളത്. അത് തീരുമാനിക്കുകയും ആ തീരുമാനം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ദിവസമാണ് എന്ത് സംഭവിച്ചത്, ഡൽഹിയിൽ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. ഈ നാട്ടിൽ ജീവന് കൊതിയുള്ള ഏതെങ്കിലും ഭൂരിപക്ഷ സമുദായക്കാരനോ ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളോ ധൈര്യപ്പെട്ട് UDFന് വോട്ട് ചെയ്യൂ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അത് നമ്മുടെ ആസനത്തിൽ ബോംബ് വയ്ക്കുന്നതിന് തുല്യമാണ്. ഈ നാട്ടിൽ സമാധാനപരമായിട്ട് ജീവിക്കാൻ ഒരു കാരണവശാലും ഇവർ സമ്മതിക്കില്ല. ഡൽഹിയിലുണ്ടായ പോലുള്ള സ്ഫോടനങ്ങൾ കൊച്ചിയിലും തിരുവനന്തപുരത്തും ഉണ്ടാവും. അപ്പോഴും ഇവരിതുപോലെ സിദ്ധാന്തങ്ങൾ പറയും. സുരക്ഷാ വീഴ്ച ഉണ്ടായി, അല്ലെങ്കിൽ പോലീസിൻ്റെ ഭാഗത്ത് ജാഗ്രത കുറവുണ്ടായി, അതുകൊണ്ട് ഞങ്ങൾ ബോംബ് വെച്ചു എന്ന രീതിയിലുള്ള ന്യായീകരണമായിരിക്കും മീഡിയ വൺ ചാനലിൽ വരിക. ഈ സ്ഫോടനത്തിൻ്റെ പുറകിൽ ദുരൂഹതയുണ്ട് എന്ന വാർത്തയായിരിക്കും മാധ്യമത്തിൽ വരിക. അങ്ങനെ ഒരു വിപത്തിന് ഇടവരുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് ചിന്താശക്തിയുള്ള ഭൂരിപക്ഷ സമുദായക്കാരും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിൽപ്പെട്ട ആളുകളും വിചാരിച്ചാൽ നമുക്ക് അവർ ഒരു കാരണവശാലും തെറ്റു പറയാൻ പറ്റുകയില്ല. എന്നാൽ തമ്മിൽ ഭേദം തൊമ്മൻ എന്ന് വിചാരിച്ച് LDFന് വോട്ട് ചെയ്ത് അവരെ ജയിപ്പിച്ചുകളയാം എന്നാരെങ്കിലും വിചാരിച്ചാൽ നമുക്കവർ തെറ്റു പറയാൻ പറ്റുകയില്ല. എന്തിനാ വെറുതെ BJPക്ക് വോട്ട് ചെയ്ത് നമ്മുടെ വോട്ട് പാഴാക്കുന്നത്? നമ്മുടെ വോട്ട് ഫലപ്രദമായിട്ട് LDFന് ചെയ്യാം എന്ന് വിചാരിച്ചാൽ ആരെയും തെറ്റു പറയാൻ പറ്റുകയില്ല. അവരെ സഹായിക്കാൻ ജമാഅത്തെ ഇസ്ലാമി ഉണ്ട്, പോപ്പുലർ ഫ്രണ്ട് ഉണ്ട്, അതുപോലുള്ള ആളുകളുണ്ട്. ഇത് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, പാലക്കാട്ട് വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പ് ജയിച്ച കോൺഗ്രസ് സ്ഥാനാർത്ഥി നന്ദി പറയാൻ ആദ്യം പോയത് കോൺഗ്രസ് ഓഫീസിലേക്കല്ല, SDPIയുടെ ഓഫീസിലേക്കാണ്. അദ്ദേഹത്തിൻ്റെ വിജയത്തിൽ
ആഹ്ലാദം പ്രകടിപ്പിച്ചുകൊണ്ട് ആദ്യം പ്രകടനം നടത്തിയത് SDPI-കാരാണ്, അതായത് പോപ്പുലർ ഫ്രണ്ടുകാരാണ്. ഇതുപോലുള്ള വിധ്വംസക ശക്തികളുടെ വോട്ട് മേടിച്ച് ജയിക്കാം, അങ്ങനെ കേരളം ഭരിച്ചു കളയാം എന്നാണ് നമ്മുടെ നാട്ടിലെ കോൺഗ്രസ്സുകാരായ യോഗ്യന്മാർ വിചാരിച്ചിട്ടുണ്ട്. അറിയാത്ത കോൺഗ്രസ്സുകാർ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ചൊറിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇതിൻ്റെ ബാക്കി ഡിസംബർ 13 നമുക്ക് കാണാം.